ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 മെയിൻ എക്സാമിന്, പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ ലാബ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയണം മക്കളെ, നിങ്ങൾ 2023 ചോദിച്ച ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ ഞാൻ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം മക്കളെ. അത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾ ഞാൻ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ മക്കളെ അത് കണ്ടിട്ട് വരിക. പ്ലേലിസ്റ്റിൽ പോവുക. മാത്സ് പ്രാക്ടിക്കൽ പ്രീവിയസ് ഇയർ 2023 എന്ന് പറഞ്ഞ് ഞാൻ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സോ അത് കാണുക കേട്ടോ. അതിനുശേഷം ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓരോ കാര്യങ്ങൾ വായിച്ചു നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് ജിയോജിബ്ര ആപ്ലെറ്റ് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ O = 0 0 മക്കളെ, സോഫ്റ്റ്വെയറിൽ നമ്മുടെ പുതിയ എക്സാം രീതി എങ്ങനെയാണ്? സോഫ്റ്റ്വെയറിലൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത്. സോ ഇതുപോലെ ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? അത് നേരെ സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സി പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്ത് സി പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുക. സോ അവിടെ ഇൻപുട്ട് ബാറിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വി പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വി പ്രസ് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിളായിട്ട് കാര്യം മനസ്സിലായല്ലോ. കൺട്രോൾ വി പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞു. സോ അത് കിട്ടി. ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മക്കളെ. ഓക്കെ, അവിടെ ഓൾറെഡി വന്നു. O എന്ന് പറഞ്ഞു, O ആണേത് O എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു. എൻ്റർ അടിക്കുക. സോ O എന്ന് പറഞ്ഞ ആ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ നെക്സ്റ്റ് വായിച്ചു നോക്കി. ഓരോന്നോരോന്ന് മനസ്സിലായ മക്കളുണ്ടെങ്കിൽ തന്നെ ചെയ്തു നോക്കുക കേട്ടോ. യൂണിറ്റ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം മക്കളെ. യൂണിറ്റ് സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാലോ. സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് സെലക്ട് ചെയ്യുക. സോ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഒറിജിനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും എത്ര റേഡിയസ് ഉള്ള സർക്കിളാണ് വേണ്ടത്. അപ്പം നമ്മൾ പറയണം ഒരു റേഡിയസ് ഉള്ള സർക്കിൾ, അതാണ് യൂണിറ്റ് സർക്കിൾ. എൻ്റർ അടിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് മലയാളമാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, എൻ്റർ അടിച്ചു. സോ യൂണിറ്റ് സർക്കിൾ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണെന്ന് വായിച്ചേ? പ്ലോട്ട് ദ പോയിന്റ് A = 1 0. സോ A എന്ന് പറഞ്ഞ പോയിന്റ് പ്ലോട്ട് ചെയ്യണം. നമ്മൾ കൺട്രോൾ കോപ്പി ചെയ്തു, നേരെ പേസ്റ്റ് ചെയ്തു. ഇനി അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റർ അടിച്ചു. സോ A എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞു. കണ്ടല്ലോ, വന്നു കഴിഞ്ഞു. നമ്മൾ ഓരോ കൊടുക്കുന്ന ഇൻപുട്ട് അവിടെ വന്നോ എന്ന് നോക്കണം കേട്ടോ. നെക്സ്റ്റ്, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ വിത്ത് മിനിമം 0 മാക്സിമം 2π ഇൻക്രിമെന്റ് 0.1 എന്നുള്ള രീതിയിൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം മക്കളെ. സ്ലൈഡർ ടൂൾ എടുത്തു, സെലക്ട് ചെയ്തു. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, നേരത്തെ ക്ലാസ് കണ്ടിട്ട് വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, 0 സെലക്ട് ചെയ്തു. മാക്സിമം 10 അല്ലേടാ? മാക്സിമം 10 അല്ല, മാക്സിമം 2π ഇൻക്രിമെന്റ് 0.1. മാക്സിമം 2π. ഓക്കെ, ഇൻക്രിമെന്റ് 0.1. ഓക്കെ കൊടുത്തു. സോ അവിടെ സ്ലൈഡർ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താടാ? യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ്. സോ ഈ ഒരു ഇൻപുട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏതാണ്? P = റൊട്ടേറ്റ്. ഇത് നമുക്ക് കോപ്പി ചെയ്യാം. അവിടെ കൺട്രോൾ C, കൺട്രോൾ V. ഇത് കോപ്പി ചെയ്യാൻ താല്പര്യമില്ലാത്ത മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ P അടിക്കുക. ഓക്കെ, ഇവിടെ സെറ്റിംഗ്സിൽ മാറ്റം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ക്യാപിറ്റൽ P അടിച്ചു. = റൊട്ടേറ്റ് എന്ന് കൊടുക്കുക. റൊട്ടേറ്റ്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആ ഒരു ടൂൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. സോ അത് സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് A, സ്മോൾ a, O ആണ്, 0 അല്ല കേട്ടോ. എയും സ്മോൾ എയും പിന്നെ ഓയും. ഇവിടെ ക്യാപിറ്റൽ A, ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് സെലക്ട് ആവും. അപ്പോൾ ക്യാപിറ്റൽ A, സ്മോൾ a പിന്നെ ടാബ്. അപ്പോൾ നേരെ അത് സെലക്ട് ആയി. ക്യാപിറ്റൽ O. ഓക്കെ, ക്യാപിറ്റൽ O. എൻ്റർ. അപ്പോൾ P എന്നൊരു പോയിന്റ് ഇവിടെ വന്നു കഴിഞ്ഞു. കണ്ടല്ലോ മക്കളെ. സോ നെക്സ്റ്റ് എന്താണ്? ജോയിൻ O ആൻഡ് P യൂസിങ് ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച്, ലൈൻ സെഗ്മെന്റ് ടൂൾ ഇവിടെയാണ് കിടക്കുന്നത്. സോ ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് Oയും Pയും കൂടെ ജോയിൻ ചെയ്തു. ഇനി എന്താണ്? ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി സ്ലൈഡർ A. എക്ക് വേണ്ടി
എ എന്ന് പറയുന്ന ആ ഒരു സ്ലൈഡറിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ ഇൻപുട്ട് ബോക്സ് ക്ലിക്ക് ചെയ്തു. എഫ് എൽ അല്ലോ എ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ് മക്കളെ? എ തന്നെയല്ലേ. സോ എ സെലക്ട് ചെയ്തു. ഓക്കെ, അതേ നല്ലൊരു ഇൻപുട്ട് ബോക്സ് അവിടെ വന്നു. നമുക്ക് വേണ്ടത് ഇനി ഇവിടെ പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട, നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് കിട്ടിക്കോളും. അതിന് വേണ്ടിയാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ നമ്മുടെ ആൻസർ ഷീറ്റ് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് അടിച്ചു കൊടുക്കുക, അതിൻ്റെ അകത്തേക്ക് എഴുതി വെക്കുക. എന്താണ് അതിനകത്തേക്ക് എഴുതി വെക്കേണ്ട? എന്താണ്? ആപ്ലെറ്റ് ക്രിയേറ്റഡ്. നമ്മളിങ്ങനെ എഴുതി വെച്ചോണം, ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ഒന്നിട്ടിട്ട് ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ആപ്ലെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് എഴുതി വെക്കുക. അത്രയും കഴിഞ്ഞു. സോ അതെഴുതി. ഇനി നെക്സ്റ്റ് അത്രയും ചെയ്തിട്ട് സാറിനെ വിളിച്ച് കാണിക്കുക, നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താടാ? ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും. കമ്പ്യൂട്ടറിലാണ് തരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും, അത് ചെയ്താൽ മതി. ഏതാണ്? സൈൻ 5.2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ മക്കളെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനെപ്പറ്റി. ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2025 അടുത്ത വർഷത്തൊക്കെ ചോദിക്കുന്ന ഇതേ മോഡൽ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ പി എന്ന് പറയുന്ന അതിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി പിയുടെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുത്തു. പിയുടെ അവിടെ നെയിം മാത്രമാണ് കിടക്കുന്നത്, പി എന്ന് പറഞ്ഞാൽ മാത്രമാണ് കിടക്കുന്നത്. സോ നെയിം ആൻഡ് വാല്യൂ കൂടെ സെലക്ട് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ പിയുടെ വാല്യൂ വന്നു. ഇവിടെ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഇവിടെ നോക്കാം, ഇവിടെ ഉണ്ട്. സോ ഇവിടെ നോക്കേണ്ടവർക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് മക്കളെ? ഇവിടുത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. കാര്യം എന്തറിയാം? ഇവിടുത്തെ ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വാല്യൂ ആണ് നമ്മുടെ കോസ് വാല്യൂ, കോസ് എക്സ്, കോസ് വാല്യൂ. വൈ വാല്യൂ ആണ് നമ്മുടെ സൈൻ വാല്യൂ. ഇതൊക്കെ അല്ലേ? എക്സ് വാല്യൂ കോസ് വാല്യൂവും വൈ വാല്യൂ ആണ് നമ്മുടെ സൈൻ വാല്യൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താടാ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? സോറി, കാൽക്കുലേറ്റർ ഓപ്പൺ ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ നോക്കി. സൈൻ 5.2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ ഓരോന്നും നമുക്ക് ചെയ്യാം. സൈൻ 5.2 എന്ന് പറയാൻ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, 5.2 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. സൈൻ 5.2 വന്നു. എത്രയാടാ? ദേ സൈൻ വാല്യൂ ഏതാണ്? വൈ കോർഡിനേറ്റ് ആണ് നമ്മുടെ സൈൻ വാല്യൂ. സോ ഇതാണ് നമ്മുടെ സൈൻ 5.2. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ നമ്മുടെ ആൻസർ ഷീറ്റ് എടുക്കുക, എന്നിട്ട് എഴുതണം. എന്നിട്ട് എന്ത് എഴുതണം? ടേക്ക് എ ഈസ് ഇക്വൽ ടു, ടേക്ക് എ ഈസ് ഇക്വൽ ടു നമ്മുടെ രീതിയിൽ എഴുതാം. ടേക്ക് എ ഈസ് ഇക്വൽ ടു, ടേക്ക് എ എന്ന് പറയുന്ന എത്രയാടാ? 5.2 എടുത്തു. സോ അപ്പൊ ദെൻ എന്ത് പറയാം? ദെൻ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആണ് നമ്മുടെ സൈൻ വാല്യൂ അല്ലേ? ദെൻ വൈ കോർഡിനേറ്റ്, then y coordinate of p, y coordinate of p, coordinate of p is the answer. നിങ്ങൾക്ക് കാര്യം അറിയാമോന്ന് ഒന്ന് എഴുതി വെച്ചാൽ മതി. y coordinate of p is the answer എന്ന് എഴുതി വെക്കാം. എന്നിട്ട് എഴുതാം therefore sin 5.2, സൈൻ 5.2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ലേ? എത്രയാണ്? -0.88 ആണ് നമ്മുടെ ആൻസർ. ഇത്ര എഴുതി വെച്ചിട്ട് ആൻസർ ഷീറ്റ് നമുക്ക് മാറ്റി വെക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? യെസ്. നെക്സ്റ്റ് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയേടാ മക്കളെ, തന്നെ ചെയ്തു നോക്കി. ഇപ്പൊ എൻ്റെ കൂടെ ചെയ്യുന്ന മക്കൾസ് ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ ചെയ്തു നോക്കിയേടാ, നിങ്ങൾ തന്നെ ചെയ്തു നോക്കി. നെക്സ്റ്റ് രണ്ടെണ്ണം, സൈൻ 4.5ഉം സൈൻ 6.5 എത്രയാണെന്ന് ചെയ്തു നോക്കി. വീഡിയോ പോസ് ആക്കുക, എന്നിട്ട് തന്നെ ചെയ്തു നോക്ക്. ഓക്കെ, വീഡിയോ പോസ് ആക്കിയിട്ട് തന്നെ ചെയ്തു നോക്ക്, എത്ര കിട്ടും നോക്കാം. സൈൻ 4.5 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 4.5 ടൈപ്പ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് എത്രയാടാ? -0.98 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സൈൻ 6.2 പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ ചുമ്മാ 6.2 അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 6.2 എൻ്റർ. എത്രയാടാ? -0.08 കിട്ടി, സൈൻ വാല്യൂ കിട്ടി. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 4 മാർക്ക് കിട്ടി. നെക്സ്റ്റ് ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് മിനിമം വാല്യൂ സ്ലൈഡറിന്റെ എ എന്ന് പറഞ്ഞ സ്ലൈഡറിന്റെ മിനിമം വാല്യൂ 0 ആകണം, മാറ്റരുത്. കാരണം നെഗറ്റീവ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. -4.3 ആണ്. നെഗറ്റീവ് നമ്മുടെ സ്ലൈഡറിനകത്ത് വരത്തില്ല. നെഗറ്റീവ് അവിടെ അടിച്ചു കൊടുത്താൽ വരത്തില്ല. കാരണം എന്താണ്? സ്ലൈഡർ വാല്യൂ നമ്മൾ 0 തൊട്ട് 2π വരെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് മാറ്റാം, പക്ഷെ മാറ്റാതെ ചെയ്യാനാണ് പറഞ്ഞത്.
പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണ്ടേ? 2023 ക്വസ്റ്റ്യനിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്ത് ചെയ്യാം? അത് കണ്ടിട്ട് വന്നവരാണെങ്കിൽ, അത് കണ്ടിട്ട് വന്ന കുട്ടികളാണെങ്കിൽ അത് കണ്ടിട്ട് വരണം. അത് കണ്ടിട്ട് വന്ന കുട്ടികളാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാടാ? സൈൻ എത്രടാ? സൈൻ -4.3 വേണമെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താണ് നമുക്കറിയാവുന്ന കാര്യം? നമുക്കറിയാവുന്ന കാര്യമാണ് സൈൻ -4.3 ആണ് വേണ്ടതെങ്കിൽ നമുക്ക് സൈൻ്റെ റൂൾ അനുസരിച്ച് ആ മൈനസ് പുറത്തേക്ക് എടുക്കാം. -sin4.3 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി sin 4.3 നമുക്ക് അടിച്ചു കൊടുക്കാം അല്ലേ? ഇവിടെ 4.3 ഇവിടെ ചുമ്മാ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും sin 4.3. സോ മൈനസ് ഓഫ് ആ വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ കൺസെപ്റ്റ് മനസ്സിലാക്കുക. സൈൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. ടാനിനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. കോസിനകത്താണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ മക്കളെ പഠിച്ചു വെക്കണം. കോസിനകത്താണ് നെഗറ്റീവ് എക്സ് വരുന്നതെങ്കിൽ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കണ്ട, ആ നെഗറ്റീവ് അങ്ങ് പോകും, കോസ് എക്സ് എന്നാകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് നോക്കാം. സൈൻ -4.3 ആണ് ചോദിച്ചത്. സോ നമുക്ക് ഇവിടെ 4.3 അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 4.3 വന്നല്ലോ. ദേ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ താഴത്തേക്ക് വെക്കാം. ഓക്കെ, അതിന് ഇച്ചിരി ഒന്ന് മൂവ് കൊടുത്തില്ല, അതാണ് മാറാത്തത്. മൂവ് കൊടുത്തിട്ട് അതിനൊന്ന് താഴത്തേക്ക് നീക്കി കാണാൻ വേണ്ടി. ഓക്കെ മക്കളെ, സൈൻ 4.3 ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ട എന്താണ്? സൈൻ -4.3 ആണ്. സോ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് എന്തെഴുതാം? എന്തെഴുതാടാ? ടേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എഴുതി വെക്കാം കേട്ടോ. 1 മിനിറ്റ് ഇടാ. ടേക്ക് നമ്മൾ എന്താ ചെയ്തത്? ടേക്ക് എക്ക് 4.3 എന്ന് നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് കിട്ടി therefore sin 4.3 കിട്ടി. എത്രയാണ്? sin 4.3 ആണ് നമുക്കിപ്പോ കിട്ടിയത് ഈ വാല്യൂ. എത്രയാടാ? -0.92. -0.92 ആണ് നമുക്കിപ്പോൾ കിട്ടിയ സൈൻ്റെ വാല്യൂ. അത് sin 4.3 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് therefore നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് sin -4.3 ആണ്. സോ നമുക്ക് കൺസെപ്റ്റ് അറിയാം. മൈനസ് അങ്ങ് പുറത്തേക്ക് എടുക്കാം അല്ലെ? -sin 4.3 എന്ന് നമുക്ക് എഴുതാം. സോ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഈ സാധനം നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേടാ? എത്രയാണ് ഇത്? ഈ സാധനം ഏതാടാ? ബ്രാക്കറ്റ് ഇട്ടിട്ട് -0.92 ആണ് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ. സോ മൈനസും മൈനസൂടെ പോസിറ്റീവ് ആകും. സോ 0.92 എന്നായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിങ്ങനെ ചുമ്മാ അങ്ങ് എഴുതി വെച്ചാൽ മതി. പിടിയിട്ടില്ല മക്കളെ? ചുമ്മാ അങ്ങ് എഴുതി വെച്ചാൽ മതി. സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വരുവാണെങ്കിൽ നേരെ പോസിറ്റീവ് ആക്കുക. കാരണം സൈൻ എന്നുള്ളത് നെഗറ്റീവ് ഓൾറെഡി പുറത്തേക്ക് വരും. സോ നെഗറ്റീവ് ഓഫ് ആ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ത് വരും? നെക്സ്റ്റ് സൈൻ -1.4 ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നേരെ 1.4 ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെ? 1.4 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ സൈൻ 1.4 ഇവിടെ വന്നു. സോ സൈൻ -1.4 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് പുറത്തേക്ക് വരും. സോ ഇവിടുത്തെ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താടാ? -0.99 വരും ആൻസർ. -0.99 വരും. ഇവിടുത്തെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് എന്താണ്? സൈൻ -3.8 അല്ലെ? സൈൻ -3.8 എന്താണ്? 3.8 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ? വന്നു കഴിഞ്ഞു. മൂവ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, വന്നു കഴിഞ്ഞു. എത്രയാടാ? -0.61 ആണ്. സോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കുമല്ലോ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ വരുന്നത്. സോ 0.61 ആയിരിക്കും നമ്മുടെ ആൻസർ. കിട്ടിക്കാണുമല്ലോ? നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ? ഇപ്പൊ ഐഡിയ കിട്ടിക്കാണും. ഓൾറെഡി മറ്റേ വീഡിയോയും പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടിയിട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി കാണും ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലാബ് അല്ലേ? ഓക്കെ, സിമ്പിൾ. അപ്പൊ ആ ലാഭം കഴിഞ്ഞു. അതും വിളിച്ച് ടീച്ചറിനെ കാണിക്കുക. നെക്സ്റ്റ് ലാസ്റ്റത്തെ മെത്തേഡാണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ് ഹാവിംഗ് ടിക്ക് മാർക്ക്. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഹിന്റ് തന്നിട്ടുണ്ട് മക്കളെ. ഹിന്റ്
തന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി എഴുതിയാൽ മതി, സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ സീക്ക് 2.5 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയുവാണ്, വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി പറയുവാണ് മക്കളെ. ഇവിടെ പി എന്ന് പറയണതിൻ്റെ ആദ്യം കിടക്കുന്ന എക്സ് വാല്യൂ ആണ് കോസ്, രണ്ടാമത് കിടക്കുന്നതാണ് സൈൻ. അത് മനസ്സിലായിക്കോണം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് ഓഫ് പി എന്ന് പറയുന്നത് കോസും വൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ വൈയിൽ കിടക്കുന്ന പി വാല്യൂ, പിയുടെ വൈ കോർഡിനേറ്റ് കിടക്കുന്നത് സൈനുമാണെന്ന് മനസ്സിലാക്കുക. കണ്ടല്ലോ, ഇതൊക്കെ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളോട് ഇത് വെച്ച് എന്ത് വേണേൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം അല്ലെ. നമുക്ക് ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടാൻ എക്സ് കണ്ടുപിടിക്കാൻ പറയുന്നത് നമുക്കറിയാം. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ് അല്ലേടാ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഇനി സൈൻ എക്സിന് നമുക്ക് ഇവിടെ എന്താ അടിച്ചു കൊടുക്കേണ്ടത്? വൈ ഓഫ് പി എന്ന് അടിച്ചു കൊടുക്കണം. കാരണം സൈൻ എന്താണ്? വൈ ഓഫ് പി ആണ്. അപ്പൊ ഇവിടെ വൈ ഓഫ് പി ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോർഡിനേറ്റ് ആണ് അല്ലെ. അപ്പൊ എക്സ് ഓഫ് പി എന്ന് അടിച്ചു കൊടുത്താൽ മതി. എക്സ് ഓഫ് പി എന്ന് ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് സീക്ക് ആണ് വേണ്ടത്. എന്ത് ചെയ്യടാ? സീക്ക് എക്സ്. സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ, 1 കോസ് അല്ലേടാ, 1 കോസ് എക്സ് അല്ലേ. അപ്പൊ 1 കോസ് എന്ന് പറഞ്ഞാൽ 1 കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സ് ഓഫ് പി ആണ്. എക്സ് ഓഫ് പി 1 എക്സ് ഓഫ് പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സീക്കിന്റെ വാല്യൂ കിട്ടും. ഇനി അടുത്ത കൊസീക്ക വേണ്ടെങ്കിലോ, കൊസീക്ക് എക്സ് ആണ് വേണ്ടെങ്കിൽ നമുക്കറിയാം 1 സൈൻ ആണെന്നല്ലേ. 1 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 സൈൻ, ഇവിടുത്തെ സൈൻ വാല്യൂ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ആണ്. സോ വൈ ഓഫ് പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി കോട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കോട്ടെക്സ്. കോട്ടെക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ടാൻ വേണ്ട, കോസ് ബൈ സൈൻ അല്ലേടാ. കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ് ടാൻ. സോ സൈനും കോസും വെച്ച് ബാക്കിയുള്ള എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. കോസ് എക്സ് ബൈ സൈൻ എക്സ്, കോസ് എക്സ് എന്താടാ? എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ടാൻ, സൈൻ, കോസ് ഒക്കെ ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കാം. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താടാ? സീക്ക് 2.5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് ഇവിടെ 2.5 അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2.5 ഇവിടെ എന്ത് വന്നു? ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മക്കൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ ഇതൊന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത് പൊക്കി വെക്കാം. ഓക്കെ, ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട് കേട്ടോ പി. കണ്ടോ? പി നല്ല വൃത്തിക്ക് അവിടെ കിടപ്പുണ്ട്. അത് നോക്കി എഴുതിയാലും മതി. ഇവിടുന്ന് ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സീക്ക് 2.5 ആണ്. അപ്പൊ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 കോസ് ആണ് അല്ലെ. 1 കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് അടിച്ചു കൊടുക്കണം? 1 കോസ് എന്ന് പറയുന്നത് ഇവിടെ ഏതാടാ? എക്സ് ആണോ വൈ ആണോ? എക്സ് കോർഡിനേറ്റ് അല്ലേടാ. സോ എക്സ് ഓഫ് പി എന്ന് അടിക്കണം. എക്സ് ഓഫ് ക്യാപിറ്റൽ പി അടിക്കണേ, അല്ലെങ്കിൽ എറർ വരും. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൻസർ വന്നത് ബി എന്ന് പറഞ്ഞ ആൻസർ വന്നു. സോ ദാറ്റ് ഈസ് ദ ആൻസർ. എത്രയാണ് ആൻസർ? -1.25 കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നെക്സ്റ്റ് നോക്കാം. ടാൻ 4.6. ഈ താഴത്തെ സംഭവങ്ങളൊന്നും നോക്കുക പോലും വേണ്ട. ഹിന്റ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കണം. അത് ട്രിഗ്നോമെട്രിക്കിലെ ആ ഒരു അകപ്പാടെ പഠിക്കാനുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അടുത്ത് ടാൻ ഓഫ് 4.6 വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ 4.6 നേരെ ടൈപ്പ് ചെയ്യും. 4.6 നമ്മളോട് ചോദിച്ചതാണ് ടാൻ ആണ്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ് ആണ് ടാൻ. ഇവിടെ സൈൻ ഏതാടാ? സൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണോ വൈ ആണോ? സൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണോ വൈ ആണോ? വൈ ആക്സ് ആണ് സൈൻ അല്ലേ. അപ്പൊ ടാൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈ ഓഫ് പി ക്യാപിറ്റൽ പി ബൈ എക്സ് ഓഫ് പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല കിടിലിനായിട്ട് ആൻസർ എടുത്തേ 8.86 എന്ന് കിട്ടും ആൻസർ. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ മക്കളെ? ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. 8.86 എന്ന് കിട്ടും ആൻസർ. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? കൊസീക്ക് 5.8. കൊസീക്ക് ചോദിച്ചാലും പാട് വേണ്ട ഒരു കാര്യമില്ല. 5.8 അല്ലേടാ. 5.8 കൊസീക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5.8 എൻ്റർ. അപ്പൊ ഇവിടെ വന്നു. സോ നമുക്ക് എന്താണ് വേണ്ടത്? കൊസീക്ക വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 സൈൻ ആണ് കൊസീക്ക്. സോ 1 സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണോ വൈ ആണോ? വൈ ആണല്ലേ. അപ്പൊ 1 വൈ ഓഫ് പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് -2.15. അതാണ് കൊസീക്ക് 5.8. ഇനി ഇതെങ്ങനെ എഴുതും മക്കളെ? നമുക്കിവിടെ പറയാം
നമുക്കിവിടെ പറയാവുന്ന ഒരു കാര്യം മക്കളെ, കൊസീക് 5.8 ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എഴുതേണ്ട ഇങ്ങനെയാണ്, കൊസീക് 5.8 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1/sin ഓഫ് എന്ന് എഴുതാം. 1/sin അല്ലേ കൊസീക്ക്, 1/sin എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 1/y ഓഫ് പി ആണ് ഞാനിവിടെ അടിച്ചു കൊടുക്കേണ്ടത്, ഇൻപുട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? therefore നമുക്ക് എന്ത് കിട്ടും? 1/y ഓഫ് പി. അപ്പൊ ഇവിടെ therefore കൊസീക് 5.8 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? therefore കൊസീക് 5.8 എന്ന് പറയുമ്പോൾ ഈ ആൻസർ എത്രയാടാ? -2.15. ഇത്രയേ ഉള്ളൂ. ഇത്ര എഴുതി വെക്കേണ്ട കാര്യമില്ല. ഈ എഴുതണൊക്കെയാണ് എന്തൊക്കെ എഴുതണ്ടേന്നുള്ള കൺഫ്യൂഷൻ. കാര്യം മനസ്സിലായത് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതൊന്നും നോക്കാനൊന്നും പോണൊന്നുമില്ല. കാരണം നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞൊന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ ഇതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ? മലയാളത്തിൽ വേണം എഴുതി വെക്കണം മക്കളെ, മനസ്സിലായോ? ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് നേരെ പേപ്പറിലേക്ക് എഴുതി കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? കാര്യം പിടികിട്ടിയല്ലോ, ഇനി ടെൻഷൻ അടിക്കല്ലേ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ലാബിന്റെ 2 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കിഡിലിനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെ ചെയ്ത് പഠിച്ചോണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലാബുമായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.